ഗാന്ധിയെ പൂട്ടാനുള്ള സംഘപരിവാറിന്റെ ഒരു നീക്കം കൂടി പൊളിഞ്ഞിരിക്കുകയാണ്. അപ്രതീക്ഷിത തിരിച്ചടിയാണ് സംഘപരിവാറിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരായ ക്രിമിനൽ മാനനഷ്ട കേസ് സുപ്രീം കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രജ്ഞൻ VD സവർക്കർക്കെതിരായ പരാമർശത്തിന്റെ പേരിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ആരംഭിച്ച ക്രിമിനൽ മാനനഷ്ട നടപടികൾ സുപ്രീം കോടതി ഇന്ന് റദ്ദാക്കി. ഉത്തർപ്രദേശ് സർക്കാർ ആവശ്യമായ അനുമതി നൽകാത്തതിനാൽ പ്രോസിക്യൂഷനുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നാണ് സുപ്രീം കോടതി വിലയിരുത്തിയത്. കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് നിയമപ്രകാരം ആവശ്യമായ പ്രത്യേക അനുമതി ക്രിമിനൽ കേസിൽ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് ജസ്റ്റിസുമാരായ ദീപങ്കർ ദത്ത, ഷീൽ നാഗു എന്നിവരടങ്ങിയ ബെഞ്ച് അദ്ദേഹത്തിന്റെ അപേക്ഷ അനുവദിച്ചു. ഇനി എന്താണ് രാഹുൽ ഗാന്ധി പരാമർശിച്ചതെന്ന് നോക്കാം. ये देखा आपने, ये सावरकर जी की चिट्ठी है जिसमें उन्होंने अंग्रेजों को लिखा है योर मोस्ट ओबीडियंट सर्वेंट। ये मैंने नहीं लिखा, ये सावरकर जी ने लिखा है। जब सावरकर जी ने ये चिट्ठी साइन की, VD സവർക്കർ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത കത്തിന്റെ തെളിവ് സഹിതമാണ് രാഹുൽ ഗാന്ധി കാണിച്ചു തന്നത്. അതാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടത്. ഇതിനെതിരെയാണ് പരാതി നൽകുകയും കേസെടുക്കുകയും എല്ലാം ചെയ്തത്. ഇങ്ങനെ ഒരു കേസ് പൊക്കിക്കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം അങ്ങ് നഷ്ടപ്പെടുത്താമെന്നായിരുന്നു സംഘപരിവാറിന്റെ നീക്കം. പക്ഷേ അത് പൊളിഞ്ഞിരിക്കുകയാണ്. 2019 കർണാടകയിലെ കോലാറിൽ നടന്ന ഒരു തിരഞ്ഞെടുപ്പ് റാലി പ്രസംഗത്തിനിടയിൽ എല്ലാ കള്ളന്മാർക്കും പൊതുവായ കുടുംബ പേര് മോദി എന്നായത് എങ്ങനെ എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചതിനെതിരെ 2023 മാർച്ച് 23 സൂറത്ത് ജില്ലാ കോടതി അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 2 വർഷം തടവിന് ശിക്ഷിക്കുകയും അദ്ദേഹത്തിന് ലോക്സഭാ അംഗത്വം അതായത് MP സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ പിന്നീട് 2023 ഓഗസ്റ്റിൽ വിധി സ്റ്റേ ചെയ്തതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ പാർലമെന്ററി പദവി പുനഃസ്ഥാപിക്കുകയും MP സ്ഥാനം തിരികെ ലഭിക്കുകയും ചെയ്തു. ഈ പരിപാടി ആവർത്തിക്കാനായിരിക്കാം ഒരുപക്ഷെ സംഘപരിവാറിന്റെ ഈ നീക്കം. അതായത് ഏതെങ്കിലും ഒരു കേസിൽ രാഹുൽ ഗാന്ധിയെ കുടുക്കാനായി നോക്കി നടക്കുകയാണിവർ. ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഭരണഘടന ഉറപ്പുതരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള നീക്കമാണ് സംഘപരിവാറിന്റേത് എന്നത് നിസ്സംശയം പറയാം. ഇനി സംഘപരിവാർ പുകഴ്ത്തി വാഴ്ത്തി നടക്കുന്ന VD സവർക്കർ ആരാണ്? 2ാം ലോക മഹായുദ്ധ സമയത്ത് ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ സവർക്കർ എല്ലാ രാഷ്ട്രീയവും ഹിന്ദുത്വവൽക്കരിക്കുക, ഹിന്ദുത്വത്തെ സൈനികവൽക്കരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തുകയും ഹിന്ദുക്കൾക്ക് സൈനിക പരിശീലനം നൽകുന്നതിനായി ഇന്ത്യയിൽ ബ്രിട്ടീഷ് യുദ്ധശ്രമത്തെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. 1942 കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ സവർക്കർ അതിനെ വിമർശിക്കുകയും ഹിന്ദുക്കളോട് യുദ്ധശ്രമത്തിൽ തീവ്രമായി തുടരാനും സർക്കാരിനെ അനുസരിക്കാതിരിക്കാനും ആവശ്യപ്പെട്ടു. യുദ്ധകലകൾ പഠിക്കാൻ സായുധ സേനയിൽ ചേരാനും അദ്ദേഹം ഹിന്ദുക്കളെ പ്രേരിപ്പിച്ചു. ബ്രിട്ടീഷ് അധികാര കൈമാറ്റ നിർദ്ദേശങ്ങളെ അദ്ദേഹം ആക്രമിച്ചു. മുസ്ലിം വിഘടനവാദികൾക്ക് ഇളവുകൾ നൽകിയതിന് കോൺഗ്രസിനെയും ബ്രിട്ടീഷുകാരെയും ആക്രമിച്ചു. 1910 ഇന്ത്യ ഹൗസുമായുള്ള ബന്ധത്തിന്റെ ഫലമായി സവർക്കറെ ബ്രിട്ടീഷ് അധികാരികൾ അറസ്റ്റ് ചെയ്യുകയും ഇന്ത്യയിലേക്ക് നാടുകടത്തുകയും ചെയ്തു. ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സെല്ലുലാർ ജയിലിൽ 50 വർഷത്തെ തടവിന് സവർക്കർ ശിക്ഷിക്കപ്പെട്ടു. ബ്രിട്ടീഷ് കൊളോണിയൽ സർക്കാരിന് നിരവധി ദയാഹർജികൾ എഴുതിയതിനു ശേഷമാണ് 1924 അദ്ദേഹം മോചിതനായത്. അതായത് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ബ്രിട്ടീഷുകാരോട് മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള കത്ത് സവർക്കർ അയച്ചിട്ടുള്ളതായാണ് രേഖകൾ പറയുന്നത്. തെളിവുകൾ സഹിതം ഇത് ചൂണ്ടിക്കാട്ടിയതിനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സംഘപരിവാർ വാഴ്ത്തിപ്പാടുന്ന വീര സവർക്കറിന്റെ യഥാർത്ഥ മുഖം ഇതൊന്നുമല്ലെന്നും അത് പുറത്തു കൊണ്ടുവരുന്നവരുടെ വായ മൂടിക്കെട്ടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ജനാധിപത്യ ഇന്ത്യയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്ത സവർക്കറിനെ എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായി വാഴ്ത്തപ്പെടാനാവുക? രാഹുൽ ഗാന്ധിയുടെ വാക്കുകളോട് നിങ്ങൾ യോജിക്കണമെന്നില്ല. സവർക്കറെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിലപാടിനോടും നിങ്ങൾക്ക് കടുത്ത വിയോജിപ്പുണ്ടാകാം. അതെല്ലാം ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. പക്ഷേ അതിന് മറുപടി നൽകേണ്ടത് മറ്റൊരു വാദത്തിലൂടെയാണ്, രാഷ്ട്രീയ സംവാദത്തിലൂടെയാണ്, ചരിത്രരേഖ മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. കേസുകളിലൂടെയും ഭീഷണികളിലൂടെയും ശബ്ദം അടച്ചുപൂട്ടുന്നതിലൂടെയുമല്ല മറുപടി പറയേണ്ടത്, വസ്തുതകൾ കൊണ്ടും തെളിവുകൾ കൊണ്ടുമാണ്. രാഹുൽ ഗാന്ധിക്കെതിരായ ഈ കേസ് സുപ്രീം കോടതി റദ്ദാക്കിയതോടെ നിയമപരമായ ഒരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അതിനു അപ്പുറത്തേക്ക് ഈ സംഭവ വികാസം ഉയർത്തുന്ന രാഷ്ട്രീയ ചോദ്യം വളരെ വലുതാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എത്രമാത്രം ഇടമാണ് ഇന്നത്തെ ഇന്ത്യയിലുള്ളത്?
അധികാരത്തെ ചോദ്യം ചെയ്യുന്നവർക്ക് എത്രമാത്രം സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാൻ കഴിയും? ചരിത്രത്തിലെ വിവാദ വ്യക്തിത്വങ്ങളെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായം പറയാനുള്ള അവകാശം ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതല്ലേ? ഒരു ജനാധിപത്യത്തിൽ രാഷ്ട്രീയ എതിരാളിയെ പരാജയപ്പെടുത്തേണ്ടത് തിരഞ്ഞെടുപ്പിലൂടെയാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പരാജയപ്പെടുത്തേണ്ടത് ആശയങ്ങൾ കൊണ്ട് തന്നെയാണ്. ആരോപണങ്ങൾക്ക് മറുപടി നൽകേണ്ടത് തെളിവുകൾ കൊണ്ടുമാണ്. എന്നാൽ ഓരോ വിമർശനത്തിനും മറുപടിയായി നിയമ നടപടികൾ ഉയർന്നു വരുന്ന സാഹചര്യമാണെങ്കിൽ അതൊരു രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല, അത് ജനാധിപത്യത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു വലിയ ചോദ്യമാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ഒരു കേസിൽ ഒരാളെ പ്രതിയാക്കുന്നത് മാത്രം അദ്ദേഹത്തെ കുറ്റക്കാരനാക്കുന്നില്ല. കോടതിയാണ് കുറ്റവും നിരപരാധിത്വവും തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നിയമവ്യവസ്ഥയിൽ നടപടിക്രമങ്ങൾക്കും ആവശ്യമായ അനുമതികൾക്കും ഇത്രയും പ്രാധാന്യമുള്ളത്. ഈ കേസിൽ ആവശ്യമായ നിയമപരമായ അനുമതിയില്ലെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണമാണ് ഇപ്പോൾ നിർണായകമായത്. അതുകൊണ്ട് തന്നെ ഈ വിധിയെ ഒരു വ്യക്തിയുടെ മാത്രം രാഷ്ട്രീയ വിജയമായി കാണുന്നതിലും അപ്പുറം നിയമത്തിന്റെ നടപടിക്രമങ്ങൾ പാലിക്കപ്പെടേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തലായി കാണേണ്ടതുണ്ട്. ഇന്ന് രാഹുൽ ഗാന്ധി, നാളെ മറ്റൊരു പ്രതിപക്ഷ നേതാവായിരിക്കാം, മറ്റന്നാൾ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സാധാരണ പൗരനായിരിക്കാം. ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടത് ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല, ഓരോ പൗരനും വേണ്ടിയാണ്. ചരിത്രം എന്നത് ഒരാളുടെ രാഷ്ട്രീയ സൗകര്യത്തിന് അനുസരിച്ച് മാത്രം എഴുതപ്പെടേണ്ടതല്ല. രേഖകൾ പുറത്തു വരണം, അവ പരിശോധിക്കപ്പെടണം, ചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ജനങ്ങൾക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഒരു വ്യക്തിയെ മഹത്വവൽക്കരിക്കാനും ഒരു വ്യക്തിയെ വിമർശിക്കാനും ഒരുപോലെ ജനാധിപത്യത്തിൽ അവകാശമുണ്ട്. പക്ഷേ വിമർശനത്തിന് മറുപടി കേസാകരുത്, മറുപടി വാദമായിരിക്കണം. ജനാധിപത്യത്തിന്റെ ശക്തി അധികാരത്തിന്റെ വലുപ്പത്തിലല്ല, അധികാരത്തെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ശക്തിയിലാണ്. ചോദ്യം ചോദിക്കുന്നവന്റെ വായ അടയ്ക്കുമ്പോൾ ജനാധിപത്യം ശക്തമാകുന്നില്ല, മറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഉയരുകയാണ് ചെയ്യുന്നത്. ചരിത്രം ആരെയും വെറുതെ വിടില്ല. രേഖകൾ സംസാരിക്കും, തെളിവുകൾ സംസാരിക്കും, കോടതികൾ സംസാരിക്കും, അതിനുമപ്പുറം ജനങ്ങൾ സംസാരിക്കും. ആ ശബ്ദമാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തി. കാരണം ചോദ്യം ചോദിക്കുന്ന ഇന്ത്യയാണ് ജനാധിപത്യ ഇന്ത്യ. വിയോജിപ്പ് പറയാൻ കഴിയുന്ന ഇന്ത്യയാണ് ജനാധിപത്യ ഇന്ത്യ. അധികാരത്തെ വിമർശിക്കാൻ കഴിയുന്ന ഇന്ത്യയാണ് ജനാധിപത്യ ഇന്ത്യ. ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മാത്രമല്ല, നാളെ നമ്മളിൽ ഓരോരുത്തർക്കും വേണ്ടി.